പരിശുദ്ധമായ ദീനിലെ കുടുംബജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, കുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്താണ്? വാപ്പയും മകനും കൂടുമ്പോൾ, ഉമ്മയും മകളും കൂടുമ്പോൾ, വാപ്പയും മകളും കൂടുമ്പോൾ, ഭാര്യയും ഭർത്താവും കൂടുമ്പോൾ, അമ്മായിയും മരുമകളും കൂടുമ്പോൾ, അല്ലെങ്കിൽ കൊച്ചാപ്പയും മൂത്താപ്പയും ചേരുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബം എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം. പക്ഷേ ഇന്ന് പല കുടുംബങ്ങളിലും കൂടുമ്പോൾ ഭൂകമ്പമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വാപ്പയ്ക്ക് മകനെ കണ്ടുകൂടാ, മകനക്ക് വാപ്പയെ കണ്ടുകൂടാ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, അനുജന് ജ്യേഷ്ഠനെ കണ്ടുകൂടാ. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉടലെടുത്ത് കണ്ടാൽ മിണ്ടുകയില്ലാത്ത, മരിച്ചാൽ കയറി ചെല്ലുകയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഛിദ്രതകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയാകുന്ന സഹൽ ഫൈസി തിരഞ്ഞെടുത്ത വിഷയം എന്തുകൊണ്ടും ബുദ്ധിപരമാണ്. കാരണം ഇന്ന് കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന കായംകുളത്തുകാരൻ മിസ്റ്റർ ഹനീഫ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പറയാണ്, മുസ്ലിം പെങ്കൊച്ചുങ്ങളുടെ തലാഖിൻ്റെ ഡൈവോഴ്സിൻ്റെ കേസ് 3000-ൽ കവിഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിൽ ഫാമിലി കോർട്ടിൽ കേസ് കൊടുത്തു, അവിടെ തീരുമാനമാകാതെ, മജിസ്ട്രേറ്റ് കോടതിയിൽ തീരുമാനമാകാതെ ഹൈക്കോടതിയിൽ കേസ് റഫർ ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിലെ ഒന്നാം തരം നല്ല മുസ്ലിം പെങ്കൊച്ചുങ്ങളുടെ ഡൈവോഴ്സിൻ്റെ കേസ് 3000 കവിഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് കുടുംബത്തിൽ സമാധാനമുള്ളത്? എന്തുകൊണ്ടാണ് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത്? ക്രൈസ്തവരായ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നടത്തുന്ന കോഴ്സാണ് പ്രീമാരിറ്റൽ കോഴ്സ്. 3 മാസം നീണ്ടിരിക്കുന്ന പ്രീമാരിറ്റൽ കോഴ്സാണ് കത്തോലിക്ക സഭ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ ഒരു മുന്നൊരുക്കം, ഒരു ചുവടൊരുക്കം നമ്മുടെ മഹലിൽ നടക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒന്നാണ്. അപ്പോൾ കുടുംബത്തിൽ സമാധാനമുണ്ടാകണം, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകണം, മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല ആരോഗ്യകരമായ ബന്ധം വേണം, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധം വേണം. എങ്കിലാണ് കുടുംബം നിലനിൽക്കുകയുള്ളൂ. നമുക്കറിയാം, കുടുംബത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവുമാണ്. ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ല് കുടുംബമുണ്ടാകുന്നു. ഭാര്യയും ഭർത്താവും സ്നേഹത്തോടുകൂടി കഴിയുമ്പോഴാണ്, ഭാര്യയും ഭർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് കുടുംബത്തിൻ്റെ ആണിക്കല്ലുണ്ടാകുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. മഹാനായിരിക്കുന്ന ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു പുതിയാപ്പിളയായ മനുഷ്യൻ വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, ഞാൻ നാളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, ഞാൻ പുതിയാപ്പിളയാണ്, അതുകൊണ്ട് എൻ്റെ ഭാര്യയോട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്, ഞാൻ ഏത് നിലയിൽ പ്രവർത്തിച്ചാൽ മനഃശാസ്ത്രപരമായി എൻ്റെ ഭാര്യയുമായി രമ്യമായി സ്നേഹത്തിൽ ജീവിക്കാം എന്നതിനെ സംബന്ധിച്ച് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പുതിയ ആപ്പിള വന്നു ചോദിച്ചു. നബി ഞങ്ങളിങ്ങനെ കൈപൊക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്താൽ, അടിസ്ഥാനപരമായിട്ടുള്ള 5 കാര്യങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവരുടെ കുടുംബം നല്ല ഭദ്രമായി, നല്ല ആരോഗ്യകരമായ ബന്ധത്തിലൂടെ മുന്നോട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ, അൻ തുത്ഇമ മിൻ തുആമിക്, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് നീ വാങ്ങിച്ചു കൊടുക്കണം. നീ എന്താണോ കഴിക്കുന്നത്, ആ കഴിക്കുന്ന ഭക്ഷണം അതൊരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്, ഒരു മനുഷ്യൻ്റെ പ്ലാറ്റ്ഫോമാണത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം സുദൃഢമാകാൻ ആദ്യമായി അവളുടെ വിശപ്പടക്കണം. അവളുടെ അടിസ്ഥാനപരമായ ആവശ്യം നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ കെട്ടിയോക്ക് വാങ്ങിച്ചു കൊടുക്കണം. അല്ലേ? നമ്മൾ കടയിൽ ചെന്നിട്ട് നല്ല ഒന്നാം തരം കുഴിമന്തി കഴിക്കും, അൽഫാം കഴിക്കും, ഷവർമ കഴിക്കും, എന്നിട്ട് പോരാ നേരത്ത് കെട്ടിയോൾക്ക് 2 ഉണക്ക പൊറോട്ടയും മേടിച്ചുകൊണ്ട് പോരും. ഇതാണ് നമ്മുടെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തുത്ഇമ മിൻ തുആമിക്, നീ കഴിക്കുന്ന ഭക്ഷണം അവളുടെ വായിനും വയറിനും യോജിച്ച ഭക്ഷണം നീ വാങ്ങിച്ചു കൊടുക്കണം. രണ്ടാമത് പറഞ്ഞു, വാൻ തുൽബിസ്, 6 മാസത്തിലൊരിക്കൽ അവൾക്ക് 1 ജോഡി ഡ്രസ്സ് നീ എടുത്തു കൊടുക്കണം.
6 മാസത്തിലേക്ക് ഇന്നർ ആൻഡ് ഔട്ടർ എല്ലാവിധമായ ഡ്രസ്സും നിന്റെ ഭാര്യയ്ക്ക് നീ വാങ്ങിച്ചു കൊടുക്കണം. ഒരു വർഷത്തിൽ 2 ജോഡി ഡ്രസ്സ് ഒരു ഭാര്യയുടെ അവകാശമാണ്. അത് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നവനാണ് ഭർത്താവ്. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവൻ നോമ്പ് പിടിച്ച് അവൻ്റെ വൈകാരികമായിരിക്കുന്ന ശക്തികളെ ഒതുക്കിക്കൊള്ളട്ടെ എന്ന ഹദീസ്. 6 മാസത്തിലൊരിക്കൽ ഒരു ജോഡി ഡ്രസ്സ്. ഇങ്ങനെ വരുമ്പോഴാണ്, ഇതിന് കോട്ടം തട്ടുമ്പോഴാണ് കുടുംബത്തിൽ ശിഥിലങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനഃശാസ്ത്രപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, മനഃശാസ്ത്രപരമായി ആലോചിച്ചു കഴിഞ്ഞാൽ, ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായിരിക്കുന്ന പാഠങ്ങളാണ്. നമ്മളിപ്പോൾ 6 മാസത്തിലൊരിക്കൽ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് അത് സ്വാഭാവികമായിരിക്കുന്ന നിലവാരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 ജോഡി ഡ്രസ്സിന് അവകാശം ഏതൊരു ഭാര്യയ്ക്കുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3-ാമത്തെ കാര്യം, ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്ന ഒരു വർഗ്ഗമുണ്ട്. അതാരറിയോ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാരാണ് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമനെന്ന ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഉത്തമരെന്ന് ഖൈറുക്കും എന്ന് പറഞ്ഞത് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു സ്ഥലം ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മാശറ വൻസഭയിൽ ഒരു സംഘം ആൾക്കാരിങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കും. ഒരു മലക്ക് വന്ന ഒരു പുരുഷനെ ഇങ്ങോട്ട് തട്ടി വിളിക്കും, ഇങ്ങോട്ട് വന്നിടാവേ എന്ന് പറയും. അയാളെ ചുട്ടുവഴുത്ത ചെമ്പിന്റെ തറയിലേക്ക് മലർത്തിക്കെടുത്തും. അയാളുടെ വസ്ത്രമാകെ അഴിച്ചു മാറ്റും. അടിവസ്ത്രം വരെ അഴിച്ചു മാറ്റിയിട്ട് എടുത്താൽ പൊങ്ങാത്ത ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് ആ മനുഷ്യന്റെ 206 ചില്ലാനം അസ്ഥികൾ ഇടിച്ച് തവിടുപൊടിയാക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ കല്ലിന്റെ മുകളിൽ വസ്ത്രം കുത്തിപ്പിഴിഞ്ഞ് അലക്കി വെക്കുന്ന കണ്ടിട്ടില്ലേ? ഇതുപോലെ ഭർത്താവിൻ്റെ എല്ലും ഇറച്ചിയും ഇടിച്ചു കൂട്ടി അങ്ങോട്ട് വയ്ക്കും. ഇവന്റെ വേദന കണ്ടിട്ട്, അലർച്ച കണ്ടിട്ട്, ഇവന്റെ വേദനയും അവൻ്റെതായിരിക്കുന്ന വിഷമവും കണ്ടിട്ട് അവൻ കിടന്ന അലറുമത്രേ. മഹാന്മാര് പറഞ്ഞു, അതിൻ്റെ വേദനയുടെ കടുപ്പം കൊണ്ട് അവൻ അലറും. എന്താ ദണ്ണം, എന്താ വേദന, ഒന്ന് സൈക്കിളേന്ന് വീണ് നോക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് ബൈക്കേന്ന് പറഞ്ഞു നോക്കട്ടെ, ഒരു എല്ലൊന്ന് ഒടിഞ്ഞു പൊട്ടി, എന്താ വേദന. ഇതേ അവസ്ഥയിൽ അവന്റെ 206 ചില്ലാനം അസ്ഥികൾ ഇടിച്ച് തവിട് പൊടിയാക്കുമ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്, ആരെയാണ് ഇങ്ങനെ ക്രൂരമായി ആക്രമിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ വീട്ടിൽ വളർത്തുന്ന എരുമ, ആട്, പശു, ഒട്ടകം ഏതുമാകട്ടെ അതിന്റെ പോലും മുഖത്തടിക്കരുന്ന എന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സ്വന്തം ഭാര്യയുടെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരെ ഇതുപോലെ പരസ്യമായി ക്രൂരമായി അല്ലാഹു തആല മർദ്ദിക്കുമെന്ന് ലോകത്തിന്റെ ഹബീബ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ശിക്ഷയാണ് ഭാര്യയുടെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അവയവമാണ് പരിശുദ്ധമായ മുഖം. ആ മുഖത്ത് തൊടാൻ നമുക്ക് അവകാശമില്ല. ഉമർ റളിയല്ലാഹു അൻഹു 40 ആട് മേയ്ക്കാൻ വേണ്ടി ഒരു കാഫിറിനെ പറഞ്ഞയച്ചു. അങ്ങനെ വൈകുന്നേരം ആടൊക്കെ മേച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എണ്ണി നോക്കുമ്പോൾ 39 ആടേ ഉള്ളൂ, ഒരാടിനെ കാണാനില്ല. ഉടനെ തന്നെ മേയ്ക്കാൻ പോയ കാഫിറായ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തിനൊന്ന് പതുക്കെ അടിച്ചു. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അദ്ദേഹം കാഫിറാണ്, ഇസ്ലാമിൻ്റെ ശത്രുവാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു. ഉമറിന്റെ മുഖത്തടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രവർത്തിച്ചു, ഉമറേ, നീ ചെയ്ത് തെറ്റാണ്, ഒരു കാഫിറിന്റെ പോലും മുഖത്തടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ തദ്രിബു വജ്ഹഹാ, ഒരു കാരണവശാലും ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ പ്രവാചകർ നാളെ വിവാഹം കഴിക്കാൻ പോകുന്ന പുതിയാപ്പിളയ്ക്ക് കൊടുത്ത ഉപദേശമാണ്. അപ്പൊ കുടുംബം എന്നുള്ളത് അടിസ്ഥാനപരമായി പ്ലാറ്റ്ഫോം ഭാര്യയും ഭർത്താവിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ, ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ 4 കാര്യങ്ങൾ പരിഗണിക്കാമെന്ന ഇസ്ലാം പറഞ്ഞു. 4 കാര്യങ്ങൾ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ പരിഗണിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? അൽ ഇൽമു, അറിവാണ്. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ ഭാര്യയേക്കാൾ ഭർത്താവ് വിവരം കൊണ്ടും അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എല്ലാ നിലക്കും ഉന്നതനായ ആളായിരിക്കണം. ഭാര്യ SSLC-കാരിയാണെങ്കിൽ ഭർത്താവ് +2 കാരനായിരിക്കണം. ഭാര്യ +2 ആണെങ്കിൽ ഭർത്താവ് ഡിഗ്രിക്കാരനായിരിക്കണം. ഭാര്യ ഡിഗ്രിക്കാരനാണെങ്കിൽ ഭർത്താവ് PG-കാരനായിരിക്കണം. ഇതേ അവസ്ഥയിൽ ഭാര്യയ്ക്കുള്ള അറിവിനേക്കാൾ മികച്ചു നിൽക്കണം. കാരണം ഡിഗ്രി കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ അറിവ് കൂടി കഴിയുമ്പോൾ നമ്മുടെ പെൺമക്കൾ അഹങ്കരിക്കാൻ തുടങ്ങും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന പ്രശ്നമാണത്. കാരണം ഇവൾക്ക് നല്ല ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയാം, ഭർത്താവിനെ അറിഞ്ഞുകൂടാ, ഭർത്താവ് നാണം കെട്ടു പോകുന്നു. അപ്പോ മഹാന്മാർ പറഞ്ഞു, ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ ഭർത്താവ് അറിവിന്റെ വിഷയത്തിൽ ഉന്നതിയിൽ എത്തിയിരിക്കണം. രണ്ടാമത് പറഞ്ഞു അൽ ഹുസ്നു, ഭംഗിയുടെ വിഷയത്തിൽ ഭാര്യയേക്കാൾ ഭർത്താവ് മുമ്പന്തിയിലായിരിക്കണം. ഇല്ലെങ്കിൽ ഭാര്യ ഭംഗിയുടെ പേരിൽ അഹങ്കരിക്കാൻ തുടങ്ങും. അതിന്റെ പേരിൽ അവൾ പലവിധ കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അവൾ ഭർത്താവിനെ വിട്ടിട്ട് വേലി ചാടുവാനും മതിൽ ചാടുവാനും ഒളിച്ചോടുവാനും സാധ്യതയുണ്ട്. ഇസ്ലാം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അതുകൊണ്ട് ചെറിയ കാര്യമല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അല്ലേ. ഇന്ന് നിങ്ങൾ കേരളത്തിലെ പത്രങ്ങൾ എടുത്തു നോക്കൂ, ശ്രാവ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ, വാട്സപ്പ് തുറന്നു നോക്കൂ, ഫേസ്ബുക്ക് തുറന്നു നോക്കൂ, എത്രയോ ഡൈവോഴ്സിന്റെ കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കടമ എന്ന് പറയുന്ന ചെറിയ കടമയല്ല. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ഭർത്താവിനോട് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും അവളുടെ മുഖത്ത് നീ അടിക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ബൈ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ ഛിദ്രതയില്ല അല്ലേ. ഇങ്ങനെ നമ്മൾ ഭംഗിയായി ദീനിയായ അറിവുകൾ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഭാര്യയെ വളർത്തി നല്ല രീതിയിൽ ഭാര്യയെ സംരക്ഷിച്ച് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നാൽ അതിൽ ഉണ്ടാകുന്ന മക്കളും ഹലാലായ മക്കളാകും. ഇന്ന് മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, മാതാപിതാക്കളെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഉമ്മയുടെ അടിവയറ്റിലേക്ക് പിച്ചാത്തി കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, വാപ്പാടെ നെഞ്ചത്തോടെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കാൻ, വാപ്പാനെയും ഉമ്മാനെയും വേണ്ടാത്ത രീതിയിൽ. കാരണം എന്താ? ഭാര്യയും ഭർത്താവും ദീനിയായി ജീവിക്കാൻ തയ്യാറായിട്ടില്ല. ഭാര്യയും ഭർത്താവും ദീനിയായി ജീവിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അതിലുണ്ടാകുന്ന മക്കൾ ദീനിന് വിരുദ്ധരായി വരുന്നു, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് വരുന്നു. ഉമ്മാനെയും വാപ്പാനെയും ജീവിതത്തിൽ അവർക്ക് വേണ്ട. എന്തിനാ പറയണ? സുബഹിസ്കാരം കഴിഞ്ഞ വീട്ടിലിങ്ങനെ ഒരു ഉള്ള പേപ്പർ വായിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 8-8:30 ആയപ്പോൾ ഈ ആക്രി പറക്കാൻ തന്നെ ആൾക്കാർ ചോദിച്ചു, ആക്രി ഉണ്ടടാവേ എന്നും ചോദിച്ചിങ്ങനെ വരുക. അപ്പോൾ മോൻ അവിടെ കടത്തിനെ ഇരുന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല ആ സാധനം ആശുപത്രിക്ക് പോയേക്കോന്നു എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് ആക്രിയുടെ വില പോലും ഇല്ല. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞങ്ങളൊരു 10-40 പേര് ഏർവാടിക്ക് സിയാറത്ത് പോവാ. അങ്ങനെ സിയാറത്ത് പോയി. ഞങ്ങൾ സിയാറത്ത് പോണതിനിടയ്ക്ക് അപ്പുറം സീറ്റിലിരിക്കുന്ന മുമ്മ എഴുന്നേറ്റ് നിന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഏർവാടി ചെല്ലുമ്പോൾ എനിക്കൊന്ന് ദ്വാരക്കണം. എന്തിനാ മുമ്മ ദ്വാരക്കണ്ടേ? എനിക്കൊരു മോനുണ്ട്, 4 പെൺപിള്ളേരും ഒരു മോനുമാണുള്ളത്. ആ മോൻ എന്നോട് മിണ്ടിയിട്ട് 14 വർഷമായി ഉസ്താദേ. അവൻ എനിക്കൊരു പത്തിരിയിറച്ചി ഉണ്ടാക്കി തരണ്ട, ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു തരണ്ട. ഞാൻ അവനെ പേര് വിളിക്കുമ്പോൾ മോനെ എന്ന് വിളിക്കുമ്പോൾ ഉമ്മ ഒന്നും തിരിച്ചു വിളിച്ചാൽ മതി. ഉമ്മ എന്ന് വിളിച്ച് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഉസ്താദെ 14 കൊല്ലമായി എൻ്റെ മകൻ എന്നോട് മിണ്ടിയിട്ട്. ആരാ നിന്റെ ഉമ്മ? ഞാൻ ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. അപ്പോ മക്കൾ ഹലാലായ രീതിയിൽ വരണോ? ഭാര്യയും ഭർത്താവിൻ്റെയും സുദൃഢമായ ബന്ധമുണ്ടായിരിക്കണം. ഭാര്യയും ഭർത്താവിൽ നിന്നാണ് മക്കൾ ഉണ്ടാകുന്നത്. എങ്കിലാ ഭാര്യയും ഭർത്താവിൻ്റെയും ബന്ധമുള്ള മക്കൾക്ക് ഉമ്മയോട് ബന്ധം ഉണ്ടാവുള്ളൂ, മക്കൾക്ക് വാപ്പയോട് ബന്ധം ഉണ്ടാവുള്ളൂ, മക്കളുടെ ജീവിത നിലവാരം ഇസ്ലാമികപരമായി ഉയരുകയുള്ളൂ. വിഷയത്തിലേക്ക് വരാം.
അതിനു മുമ്പ് പറയട്ടെ, ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാലാമത്തെ കാര്യം, ഒരു ഭർത്താവ് വിവാഹം കഴിക്കാമെന്ന ഭർത്താവിനോട് നബി കൊടുത്ത നാലാമത്തെ ഉപദേശം, വലാ തുകബ്ബിഹ്ഹ, ഒരു കാരണവശാലും അവളെ നീ ചീത്ത വിളിക്കരുത്, അവളുടെ കുടുംബം വിളിച്ച് കളിയാക്കരുത്, അവളുടെ ഉമ്മാക്ക് വിളിക്കരുത്, വാപ്പാക്ക് വിളിക്കരുത്. നീ ഇന്ന കുടുംബത്തിൽ പിറന്നവളാണ്, നീ മോശപ്പെട്ടവളാണ്, നിന്റെ വാപ്പ ഇങ്ങനത്തെവളായിരുന്നു, ഉമ്മ ഇങ്ങനത്തെവളായിരുന്നു എന്ന് പറഞ്ഞ അവളുടെ മനസ്സിനെ നീ മുറിവേൽപ്പിക്കരുത്. വലാ തുകബ്ബിഹ്ഹ, ഒരു കാരണവശാലും അവളെ നീ ചീത്ത വിളിക്കാൻ പാടില്ല. അടിസ്ഥാനപരമായി, സൈക്കോളജിക്കലായി, മനഃശാസ്ത്രപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശമാണ്, ഒരു കാരണവശാലും മനസ്സിനെ നീ മുറിവുപ്പെടുത്താൻ പാടില്ല. നബി ഞങ്ങൾ പറഞ്ഞു, വലാ തഹ്ജുർഹ ഇല്ലാ ഫിൽ ബൈത്ത്. അഞ്ചാമത് പറഞ്ഞു, വീടിൻ്റെ അകത്തല്ലാതെ നീ പിണങ്ങാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരന്മാരെ പോലെ പോയി മടങ്ങണം. ഒരു കാറിന്റെ മുൻ സീറ്റിലിരുന്ന് ഭാര്യയെ കൊണ്ടുപോകണം. ഒരു ബസ്സിൽ കയറിയാൽ 2 സീറ്റിലും അടുത്തടുത്ത് അവിടെ ഇരിക്കണം. സ്നേഹത്തോടു കൂടി പെരുമാറണം. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത കൂലി എന്താ? നബി ഞങ്ങൾ പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും സ്നേഹം കൊണ്ട് കൈ ഇങ്ങനെ കോർത്തു പിടിച്ചാൽ, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വലിയ മൂവാണ്ടം മാവുണ്ടാവും ഇല്ലേ? നാളെ വൈകുന്നേരം ആ മൂവാണ്ടം മാവിൻ്റെ താഴേട്ട് കസേരയൊക്കെ ഇട്ട് ഇരുന്നിട്ട് ആ ഭാര്യയും ഭർത്താവും സ്നേഹത്തോടു കൂടി ഇങ്ങനെ കൈ കോർത്തു പിടിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്താ നബികൾ പറഞ്ഞത്? അവരുടെ മനസ്സിന്റെ ഇണക്കം കണ്ടിട്ട് അവരുടെ കൈവിരലുകൾക്കിടയിലൂടെ ആ ഭാര്യയും ഭർത്താവും ചെയ്ത പാപങ്ങൾ, ചെറിയ പാപങ്ങൾ അല്ലാഹു തആല ഊർത്തിക്കളയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ സ്നേഹം. ഭാര്യയും ഭർത്താവും ഇങ്ങനെ കൈ ഇങ്ങനെ നിങ്ങൾ കോർത്തു പിടിച്ചു എന്ന് വിചാരിച്ച് സിദ്ദീഖ് വലിയാർ ഇപ്പോൾ പ്രസംഗിക്കാൻ വന്നിട്ട് നാളെ ഇക്ക എന്തെങ്കിലും കച്ചവടത്തിന് പോകാൻ വേണ്ടി വരുമ്പോൾ, ഇക്ക ഇങ്ങോട്ട് വന്നേ, എന്നാടി വന്നേ, ഈ മനുഷ്യനെന്നെ അത്ര ധൃതി, ഇന്നലെ എന്നെ ഉസ്താദ് വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ, ആ മാവിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ ആ സിറ്റ് ഔട്ടിലോ ഇങ്ങനെ കൈ ഇങ്ങനെ കോർത്തു പിടിച്ചാൽ ആ കൈവിരലിലുള്ള സർവ്വഭാവം പോകുമെന്ന് പറഞ്ഞാൽ, എടാ മനുഷ്യ ഇന്ന് കച്ചവടത്തിനും പോകണ്ട, ഒരു സ്ഥലത്തേക്കും പോകണ്ട, ഇങ്ങോട്ട് വരുന്നു. ആ പാവങ്ങൾക്ക് ഇപ്പം ഈ സീസൺ കച്ചവടം എന്നും പറഞ്ഞ് എന്തെങ്കിലും കിട്ടണയാ, അത് കളയാൻ നിൽക്കണ്ട. അതൊക്കെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോയി കഴിയുമ്പോൾ സമയം കിട്ടണമെങ്കിൽ കോർത്ത് പിടിച്ചാൽ മതി, അല്ലാണ്ട് അവരുടെ കച്ചവടവും മുടക്കി കൈ കോർത്ത് പിടിക്കാൻ നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കൈകൾ കോർത്തു പിടിക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ ഇണക്കം കണ്ടിട്ട് അർശിന്റെ ഭാഗത്ത് നിന്ന് മഗ്ഫിറത്ത് വരുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച സ്നേഹം. ഈ സ്നേഹത്തിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഭദ്രത വരും. ഞാൻ ഒരു ഉദാഹരണം പറയാം. മഹാനായിരിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ടുള്ളവരാണ് നിങ്ങളിൽ പല ആൾക്കാരും. ആ മർവയുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് തെക്കോട്ട് ഖദീജ ബീവിയുടെ കബറിൻ്റെ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു പള്ളി അവിടെ കാണാം. അതിൻ്റെ ജനലുകൾ പച്ചയാണ്, അതിൻ്റെ വാതിലുകൾ പച്ചയാണ്, അതിൻ്റെ തറയിൽ ഒട്ടിച്ചിരിക്കുന്ന ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന കല്ലുകൾ കടിച്ചിരിക്കുന്ന പെയിന്റ് പച്ചയാണ്. അങ്ങനെ ഒരു പച്ച പള്ളി നിങ്ങൾക്ക് അവിടെ കാണാം. എന്താ പച്ചപ്പള്ളി? ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളി ഇരുന്ന ഭാഗത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പേർഷ്യയിൽ നിന്ന് ഒരു മനുഷ്യൻ വരികയാണ്. അദ്ദേഹം ബൈബിൾ വിശ്വസിച്ച ആളാണ്, ജൂതമതത്തിൽ വിശ്വസിച്ച ആളാണ്. അങ്ങനെ വിശ്വസിച്ച് പല മതങ്ങളും മാറി മാറി പയറ്റി നോക്കി അവസാനം മക്കത്തൊരു പ്രവാചകൻ വരുമെന്ന് ഇഞ്ചീലിൽ നിന്നും തൗറാത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ 1000കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് മക്കത്തെത്തുകയാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നബിയുടെ പുറത്ത് നല്ല ഒരു യമനി ഷാള്, നല്ല കാണാൻ രസമുള്ള ഒരു ഷാൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ വന്നിട്ട് നബിയുടെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തിന്റെ കൽബൂണ് നബിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇദ്ദേഹം കറങ്ങാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിന്റെ കറക്കം കണ്ടിട്ട് ആ ശരീരത്തിൽ കിടന്ന പുതപ്പ് അങ്ങോട്ട് താഴേട്ട് വലിച്ചിട്ടു. താഴേട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ കശംസി തത്ലുഉ ഫിൽ ആഫാഖി ഇദ്ലാഹറത്, സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് പോലെ നബി തങ്ങളുടെ 2 ചുമലിന്റെ ഇടയിൽ ഖാത്തിമുൽ അംബിയാ, അവസാനത്തെ നബി എന്ന് എഴുതിയിരിക്കുന്ന
ഒരു ഇറച്ചി കഷ്ണം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഒരു മുദ്ര, ഒരു സീല്, ഖാത്തിമുൽ അംബിയ. ഇതുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ വന്ന് ഇങ്ങനെ നബിയുടെ മുമ്പ് ചുറ്റും വട്ടം കറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി, പുതപ്പ് താഴെയിട്ടിട്ടു, ഈ മുദ്ര കണ്ടു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വമുണ്ട്, ഒറിജിനൽ പ്രവാചകനാണ്, യഥാർത്ഥ നബിയാണെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, താങ്കൾ ഒറിജിനൽ പ്രവാചകനാണെന്ന് എനിക്ക് മനസ്സിലായി, കള്ളപ്രവാചകനൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ എന്തെങ്കിലും ഒരു അമാനുഷിക ദൃഷ്ടാന്തം താങ്കൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഈ സഹാബിയോട്, ഈ മനുഷ്യനോട് നബിയങ്ങൾ ചോദിച്ചു, നീ എന്താ മാതാ തബ്തഗി, നിനക്ക് എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിനോട് ആ മനുഷ്യൻ പറഞ്ഞു, ദാ കാണുന്ന മരം, ആ എടുത്താൽ പൊങ്ങാത്ത വലിയ മരം, കൂട്ടിച്ചേർത്ത് കൈപിടിച്ചാൽ എത്താത്തത്ര വലിയ മരം, ആ മരത്തിനെ നബി ഞങ്ങൾ വിളിക്കണം, ആ മരം ഇവിടെ വരണം, നബിയോട് വർത്തമാനം പറയണം, തിരിച്ചതുപോലെ തന്നെ പോകണം, ആ പച്ചപ്പോടുകൂടി വർഷങ്ങളോളം ആ മരം നിലനിൽക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന മനുഷ്യനോട് പറഞ്ഞു, യദ്ഉകി ഖാത്തിമുൽ അംബിയ, അവസാനത്തെ നബി വിളിക്കുന്നു ആ മരത്തിനോട് എന്ന് പറയാൻ പറഞ്ഞു. ആ മനുഷ്യനെ ഓടി ചെന്നിട്ട് പറഞ്ഞു, യദ്ഉകി ഖാത്തിമുൽ അംബിയ, അവസാനത്തെ നബി ഇതാ മരമേ നിന്നെ വിളിക്കുകയാണ്. അവസാനത്തെ മരം, അവസാനത്തെ പ്രവാചകൻ ചെന്ന്, പ്രവാചകൻ വിളിക്കുന്നു എന്ന് നേരെ ചെന്ന് പറയേണ്ട താമസം. ആ മനുഷ്യൻ പറയാന്ന്, ഒരലിൽ നിന്ന് ഒലക്ക പൊക്കിയെടുക്കുന്നത് പോലെ, ഒരലിൽ നിന്ന് ഒലക്കകൾ പൊക്കിയെടുക്കുന്ന പോലെ മരത്തിന്റെ ചുവടകൾ പറയാൻ തുടങ്ങി. മരം ഇങ്ങനെ മുകളിലേക്ക് വരാൻ തുടങ്ങി. എന്നിട്ട് ഈ സഹാബി പറയാണ്, അത് മണൽപ്പരപ്പിലൂടെ വരയിട്ട് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ ആ വേര് മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ വരഞ്ഞ് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കന്നി നിവർത്തൂല. നബീനോട് വന്നു, ആ മരം സലാം പറഞ്ഞു, അവർ തമ്മിൽ എന്തോ കുശലങ്ങൾ പറഞ്ഞു, വർത്തമാനം പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മരത്തോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അതിപിരി, ഇനി നീ പൊയ്ക്കോ, നിന്റെ കുഴിയിലേക്ക് പൊയ്ക്കോ. ആ മരം, സാധാരണ മരം പറിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് വലിയ മരമൊക്കെ ആണെങ്കിൽ വാടിപ്പോവും. ഒരു വാട്ടവുമില്ലാതെ അതിൻ്റെ പച്ചപ്പ് നിലനിർത്തി ആ കുഴിയിലേക്ക് ചെന്നത് സ്ഥിരമായി നിന്നു. ഇതും കൂടി കണ്ടപ്പോൾ ഈ വന്ന സഹാബിക്ക് ഭയങ്കര അത്ഭുതമായി. ഇത് അവസാനത്തെ നബി തന്നെ. ഉടനെ ചോദിച്ചു, നബിയേ, ഉകബ്ബിലു യദൈക വരിജ്ലൈക വഅസ്ജുദു ലക യാ റസൂലല്ലാഹ്. ഉകബ്ബിലു യദൈക വരിജ്ലൈക, നബിയെ, അങ്ങയുടെ കൈയും കാലും ഞാൻ ഉമ്മ വച്ചോട്ടെ, ചുംബിച്ചോട്ടെ. വഅസ്ജുദു ലക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിൽ ഞാനൊന്ന് സുജൂദ് ചെയ്തിട്ട് നബിയെ, ഞാൻ കൈയും കാലും ഒന്ന് ഉമ്മ വച്ചിട്ട് മുത്തിയിട്ട് സുജൂദ് ചെയ്തോട്ടെ. പുറകിലിരിക്കുന്നവർക്ക് കേൾക്കാവോ? ഞാനിങ്ങനെ തലയൊക്കെ ആട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഞങ്ങളുടെ നാട്ടിലൊരു മുക്രി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ബാങ്ക് കൊടുക്കണേ ആക്കാൻ എന്നാ പറയണേ? മുക്രി മോദീനാ മുക്രി. അങ്ങനെ രാത്രി 2 മണിക്ക് കഴിഞ്ഞിട്ട് സുബഹി ബാങ്ക് കൊടുത്തു. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർ കാറും ബൈക്കും മോട്ടോർ സൈക്കിളൊക്കെ ആയിട്ട് ഓടിച്ചെന്നു. ഇതെന്നടാ ഇങ്ങനെ 2 മണിക്ക് എഴുന്നേറ്റ് ബാങ്ക് കൊടുക്കണേ? അപ്പം നോക്കിയപ്പോഴാണ്, ഓടിച്ചെന്നപ്പോഴാണ് മനസ്സിലായി, ഈ മുക്രി കാക്ക ഉറക്കത്തിൽ നിന്ന് 5 മണിയാണെന്ന് വിചാരിച്ചാണ് എഴുന്നേറ്റ് ബാങ്ക് കൊടുത്ത്. ഇങ്ങേർക്ക് ഉറക്കത്തിൽ നിന്ന് കണ്ണും തിരുമ്പി എഴുന്നേറ്റ് വന്നപ്പോൾ സമയം മാറിപ്പോയി, ബാങ്ക് കൊടുത്തു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, മുക്രിക്ക സമയം മാറിപ്പോയി, 5 മണിക്കല്ലേ സുബഹി ബാങ്ക്, നിങ്ങൾ 2 മണിക്കാണ് ബാങ്ക് കൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിന് അബദ്ധം പറ്റി. അങ്ങനെ എല്ലാവരും തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ നേരത്തെ വീണ്ടും മുക്രിക്ക മൈക്കോണാക്കി. മൈക്കോണാക്കിയിട്ട് പറഞ്ഞു, പശു പെറ്റിരിക്കുന്നു, ആരും ബേജാറാവണ്ട. ഇതന്നെ ഇവിടെ പശു പ്രസവിക്കുന്ന ആരിപ്പോൾ മൈക്കിക്കൂടെ വിളിച്ചു പറയണം. സാധാരണ മരിച്ചത് വിളിച്ചു പറയാറ്, ഇവിടെയൊക്കെ മരിച്ചു വിളിച്ചു പറയാറില്ലേ? മരിച്ചു വിളിച്ചു പറയാറുണ്ട്, നോമ്പും പെരുന്നാളും വിളിച്ചു പറയാറുണ്ട്, പല ആവശ്യങ്ങളും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയാറുണ്ട്. ഈ പശു വെച്ച കാര്യം ഈ മൈക്കിക്കൂടെ വിളിച്ചു പറയണം. എന്താന്ന് ചോദിച്ച് 2ാമത് ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ട് ചെന്നപ്പോഴാണുള്ള സംഗതി മനസ്സിലായ, ഈ ബാങ്ക് വിളിക്കുന്ന മുക്രിക്കാക്ക് വായി പല്ലില്ല. അങ്ങനെ പറയണേനാ, പിശക് പറ്റിയിരിക്കുന്നു, ആരും ബേജാറാവണ്ട, പിശക് പറ്റിയിരിക്കുന്നു, ആരും ബേജാറാവണ്ട എന്നാണ് പുള്ളി പറയണത്. ഇവിടെ കേൾക്കണേനാ, പശു പറ്റൂ എന്നാ കേൾക്കണം. അപ്പം ഞാൻ ഈ മൈക്കിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ മനസ്സിലാകാതിരിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ വിഷയത്തിലേക്ക് വരീൻ. അള്ളാഹുവിൻ്റെ റസൂല് ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഞാൻ അങ്ങയുടെ കയ്യും കാലും ഒന്ന് ഉമ്മ വച്ചോട്ടെ, എന്നിട്ട് അങ്ങയുടെ മുമ്പിൽ ഞാനൊന്ന് സുജൂദ് ചെയ്തോളട്ടെ.
ആ മരം ഇന്നും ആ മരത്തിന്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണാം. ആ മരം നിന്ന സ്ഥലത്ത് ഭാവിയിൽ പിന്നെ ഖലീഫമാർ അത് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഒരു പള്ളി വെച്ചു, മസ്ജിദ് ഷജറ, മരപ്പള്ളി എന്നാണ്. ഇന്ന് നാളെ നിങ്ങൾ സൗദി ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് മക്കയ്ക്ക് പോയിക്കോ. മറവയുടെ ഭാഗത്തുനിന്ന് ഖദീജാബിയുടെ കബറിന്റെ അങ്ങോട്ട് പോകുമ്പോൾ മസ്ജിദ് ഷജറ എന്ന് പറയുന്ന വളരെ ചരിത്രപരമായിരിക്കുന്ന ഒരു പള്ളി അവിടെയുണ്ട്. ഈ സഹാബി ആരാന്നറിയോ? മഹാനായിരിക്കുന്ന സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോട് നബി പറഞ്ഞു, ഈ ലോകത്തൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ അവകാശമില്ല. അങ്ങനെ സുജൂദ് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നുവെങ്കിൽ അത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്തു കൊള്ളട്ടെ. അത്രയ്ക്ക് ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. അതാ ഞാൻ പറഞ്ഞ, നാളെ അസറിക്കാരെ കഴിഞ്ഞിട്ട് നിങ്ങൾ മാവിൻ്റെ ചോട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് കോർത്ത് പിടിച്ചാൽ, ഞാൻ പറഞ്ഞ ഉദാഹരണം അതിനു വേണ്ടിയുള്ളതാണ്. 10,000 പാപങ്ങൾ ഭാര്യയും ഭർത്താവിൻ്റെയും വിരലിൻ്റെ ഇടയിലൂടെ അല്ലാഹു തആല ഊർത്തിക്കളയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നല്ല ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ഇങ്ങനെ മാനസിക ഇണക്കത്തോടു കൂടി ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകും. നിങ്ങളിലുണ്ടാകുന്ന മക്കൾ നല്ല മക്കളായിത്തീരും, ഉമ്മാനെ വാപ്പാനെ അനുസരിക്കുന്നവരായിത്തീരും, ദീൻ ഉള്ളവരായിത്തീരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5ാമത്തെ കടമ വലാ തഹ്ജുർഹാ ഇല്ലാ ഫിൽ ബൈത്ത്. വീടിൻ്റെ അകത്തല്ലാതെ പിണങ്ങാൻ പാടില്ല. വെളിയിലേക്ക് പോയാലോ? വെളിയിലേക്ക് പോയാൽ സ്വന്തം ഭാര്യയെ സ്വന്തം കൂട്ടുകാരിയെ പോലെ കാണും. വേറൊരു ഹദീസിൽ കാണാം, ബെഡ്റൂമിൻ്റെ അകത്തല്ലാതെ പിണക്കം അറിയരുത്. വെളിയിലേക്ക് പോലും ആ വീട്ടിലുള്ളവർ പോലും അറിയാൻ പാടില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഒച്ചപ്പാടോ വഴക്കോ തമ്മിത്തല്ലോ വക്കാണമോ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ there are 7 steps. അവിടെ 7 നടപടിക്രമങ്ങളുണ്ട്. നബിയങ്ങൾ പറഞ്ഞു, 1ാമത്തെ നടപടിക്രമം അന്നസ്വീഹത്തു, നല്ല ഉപദേശം കൊടുക്കണം. ഭാര്യയോട് വിളിച്ചിട്ട് പറയണം, മോളെ നീ തലയത്തുള്ളിൽ നീ നിസ്കരിക്കണം, നീ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഖുർആനോത്ത് പതിവാക്കണം, നീ മക്കളെ ദീൻ പഠിപ്പിക്കണം, നീ ബാങ്ക് കൊടുക്കുമ്പോൾ മിണ്ടാതിരിക്കണം, നീ വെളിയിലേക്ക് പോകുമ്പോൾ തലയിൽ തുണിയിട്ട് പോകണം, ദീനനുസരിച്ച് ജീവിക്കണം. നല്ല ഉപദേശം കൊടുക്കണം അല്ലേ? ഇനി മാരിപുസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എവിടെയാ ദീനുള്ള? പണ്ടൊക്കെ മാരിപുസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ പോയ മൗലൂദ്, റാത്തീബ്, കുത്തുബിയത്ത്, മരിച്ചുപോയ കാരണവന്മാർക്ക് യാസീനോദ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങളും ആണുങ്ങളും ഉൾപ്പെടെ മഗ്രിബ് കഴിഞ്ഞാൽ ടിവിയുടെ മുമ്പിലാണ്, സീരിയലിന്റെ മുമ്പിലാണ്, അതുപോലെ തന്നെ വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, യൂട്യൂബിലാണ്, ഇൻസ്റ്റയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, നാളെ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഭക്ഷണം, ആരോഗ്യം, സംരക്ഷണം, അപകട സംരക്ഷണം, എല്ലാ റഹ്മത്തും ബറക്കത്തും അല്ലാഹ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴാണെന്നറിയോ? മലക്കുകളിലേക്ക് കൊടുത്തു വിടുന്നത് തലേന്ന് മഗ്രിബ് ഇശാന്റെ ഇടയിലാണ്. ആ മഗ്രിബ് ഇശാന്റെ ഇടയിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഖുർആനോത്തില്ല. നബിയങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ സൂറത്ത് യാസീൻ ഓതട്ടെ, നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അല്ലാഹു തആല കണ്ടറിഞ്ഞ് നിറവേറ്റി തരുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് യാസീൻ പതിവാക്കിയൊക്കെ അതൊരു മാജിക്കാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ആഹാരത്തിലും ചെയ്യുന്ന തൊഴിലും പോകുന്ന വഴിക്കെല്ലാം അല്ലാഹ് ചോദിക്കാതെ ബറക്കത്ത് ചെയ്യും. നബിയങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ വാഖിഅ ഓതണം. സൂറത്തുൽ വാഖിഅ ഓതി കഴിഞ്ഞാൽ 5 അയൽവക്കത്തേക്ക് പോലും ദാരിദ്ര്യം എടുക്കുകയില്ല, ദാരിദ്ര്യം നിന്റെ വീട്ടിൽ നിന്ന് അകന്നു പോകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ട് വയ്ക്കുമ്പോഴേ നമ്മുടെ മയ്യത്ത് വച്ചിരിക്കുന്ന കബറ് രാജകീയ കൊട്ടാരം പോലെ അല്ലാഹു തആല ആക്കി തരും. എനിക്കിനി ദുനിയാവിലേക്ക് പോകണ്ട, ഈ മണ്ണിൽ കിടന്നാൽ മതി എന്ന് തോന്നിപ്പോകും. അതുപോലെ രാജകീയ കൊട്ടാരം പോലെ ആക്കി തരുന്ന ഒരു സൂറത്ത് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അത് സൂറത്ത് തബാറക്കയാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും ഭർത്താവും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് യാസീൻ ഓതാൻ നോക്കേ, ഖുർആൻ ഓതാൻ നോക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഒരു 10 ആയത്താണെങ്കിലും ഒരു ദിവസം വീട്ടിൽ ഓതാതെ ഒരു രാത്രി കഴിഞ്ഞു പോയാൽ മഹാന്മാർ പറഞ്ഞു, ഭാര്യയും ഭർത്താവിനിടയിൽ തമ്മിത്തല്ലും ഒച്ചപ്പാടും വഴക്കും വക്കാണും കൊടും ദാരിദ്ര്യവും മുഴുവൻ ബറക്കത്ത് കേടുകൾക്കും അത് കാരണമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഖുർആനിൽ ഒരു ചെറിയ സൂറത്തിന് ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. ആ സൂറത്ത് ഓതാൻ 2 മിനിറ്റ് മതി. 1000 ആയത്തോതിന് തുല്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
1000 ആയത്തോണി 2.5 മണിക്കൂർ 3 മണിക്കൂർ വേണം. പോട്ടെ, ഒരു 4 ജുസ് ഓതിയെങ്കിലേ 1000 ആയത്തെത്തുള്ളൂ. 1000 ആയത്തോന്നതിന് തുല്യമായ ഒരു ചെറിയ സൂറത്ത് ഖുർആനിലുണ്ട്. ആർക്കെങ്കിലും പറയാവോ? 2000-ന്റെ ഒറ്റ നോട്ട് ഇപ്പം അങ്ങ് തന്നേക്കാം. ആർക്കറിയാവുന്ന? ഉസ്താദ്മാർക്കില്ല. അല്ലാഹു തആല മരണം വരെ ഓതാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ തഅദിലു അൽഫ ആയത്തി മിനൽ ഖുർആൻ. 1000 ആയത്തിന് തുല്യമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോൾ യാസീൻ ഓതാൻ ഇപ്പോൾ എത്ര പേർക്ക് അറിയാം? പരിശോധിച്ച് നോക്കുക. ഞങ്ങളുടെ അവിടെ പണ്ടൊരാൾ മാരിപഞ്ഞ് യാസീൻ ഓതാനിരുന്നു. ഓതി 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 ഇശാവാങ്ക് കൊടുത്തു. ഇശാവാങ്ക് കൊടുത്തപ്പോൾ കെട്ടിയോളെന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തു നിർത്തിയില്ല മനുഷ്യ, ചോറിനുള്ള കിടക്കണില്ലേ? എടി ഇത് യാസീൻ ഓതിട്ട് തീരുന്നില്ലോടി, ഇത് എവിടെയോ പിരിവെട്ടി കയറിപ്പോയി എന്നാ തോന്നണേ. ഇത് എവിടെയാന്ന് ഒരു പിടുത്തം കിട്ടണില്ല. എന്നാ ഈ യാസീനിലെ ആയത്തുൽ ലഹുമുൽ അർളു എന്നും പറഞ്ഞൊരു സാധനം വരും ഇല്ലേ? അത് കഴിഞ്ഞ് ആയത്തുൽ ലഹുമുൽ ലൈലു, അത് കഴിഞ്ഞിട്ട് ആയത്തുൽ ലഹും അന്നാഹമല്ല. മക്കാരാക്ക യാസീൻ ഓതായിരുന്നു. മക്കാരാക്ക ഇശായും കഴിഞ്ഞ് ചോറിൻ്റെ സമയമായിട്ടും യാസീൻ തീരുന്നില്ല. എന്നാ പ്രശ്നം? ആയത്തുൽ ലഹുമുൽ ലൈലു 2ാമത് ഓതിയിട്ട് വീണ്ടും പോവും ആയത്തുൽ ലഹുമുൽ അർളൂലേക്ക്. ആയത്തുൽ ലഹും അന്നാഹമല്ല ഓതിയിട്ട് വീണ്ടും പോവും ആയത്തുൽ ലഹുമുൽ അർളൂലേക്ക്. എന്തോരം ഓതിയാലും യാസീൻ തീരില്ല. അങ്ങനെ ഇശാക്കാരെ കഴിഞ്ഞിട്ട് കെട്ടിയോൾ വന്നിട്ട് ചോദിച്ചു, എന്നാ മനുഷ്യ ചോറൊന്നും തിന്നല്ല, നിങ്ങൾ എന്തേ കാണിക്കണേ? എടി വെണ്ണ, യാസീൻ ഓതിയിട്ട് തീരുന്നില്ലോടി. എടി വാത്തുമ്മ, ഇത് എവിടെയോ പിരിവെട്ടി കയറിപ്പോയി എന്നാ തോന്നണേ. ഈ പിരി ഒന്ന് അഴിച്ചിട്ട് കാണാൻ ശ്രമത്തിലാണ്. കാരണം എന്താ? യാസീൻ ഓതി പഠിക്കണ സമയത്ത് പഠിച്ചിട്ടില്ല, മക്കളെ കൊണ്ട് ഓതിപ്പിച്ചിട്ടില്ല. യാസീൻ പഠിക്കണ എന്നായിരിക്കും ഉസ്താദ് മദ്രസയിൽ യാസീൻ പഠിക്കണ എന്നായിരിക്കും ഉള്ള ലീവ്. ഇവിടെ 6:45 മദ്രസയിൽ വെല്ലടിക്കണം അല്ലേ സാർ? എത്ര മണിക്കാണ് വെല്ലടിക്കണേ? 6:30 വെല്ലടിക്കും. 6:30 വെല്ലടിക്കുമ്പോൾ പുള്ള ഉറക്കത്തിന് നിൽക്കുമ്പോൾ 6:45 പിന്നെ 6:45 ഉമ്മ പറയും, എടാ നിന്റെ ഉസ്താദ് അവിടെ എലി പോലെ പുലി പോലെ നിൽക്കണം, എന്തിൻ്റെ കൊല്ലട ദിവസം എടുത്തുകൊണ്ട് ഓടിക്കൊള്ളാന്ന് പറയും. ഇവൻ ഓടാൻ വേണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ കൊണ്ട് തൊപ്പിയില്ല. പിന്നെ തൊപ്പി അന്വയിക്കലാണ്. ഉമ്മായും ബാപ്പായും പിള്ളേയും കൂടി കൊടുക്കുന്നത് തൊപ്പി അന്വയിക്കും. ഈ പിള്ളേർ മദർസ വിട്ടു വന്നിട്ട് തന്നെ തൊപ്പി ഇട്ട് ഒരൊറ്റ ഏറ, അത് എങ്ങോട്ടാ പോണേന്ന് പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. കട്ടിലിൻ്റെ അടിയിലേക്കാണ്, ടെറസിൻ്റെ മുകളിലേക്കാണ്. പിന്നെ ഉമ്മായും ബാപ്പായും കിടന്ന് തൊപ്പി നോക്കലാണ്. പെൺപിള്ളേർ ഓത്തു വിട്ട് വന്നിട്ട് എന്താ മക്കനെ ഊരിയിട്ട് ഒരൊറ്റ ഏറാ. അള്ളാഹുവേ അതെങ്ങോട്ടാ പോണേന്ന് പഠിച്ചവർക്ക് മാത്രമല്ല. പിന്നെ 6:45 7 മണിയാകുമ്പോൾ കിടന്ന് തപ്പലാണ്. മക്കനെവിടെയാ, തൊപ്പി എവിടെയാ? അങ്ങനെ തപ്പി 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 കിട്ടുമ്പോഴത്തേക്ക് 7:15 അങ്ങനെ അവസാനം ഉന്തി തല്ലി കരഞ്ഞ് ഇടങ്ങേറായി തമ്മി തല്ലി തലകീറി 7:15 മദ്രസയിലേക്ക് ചെല്ലും. 7:30 മദ്രസ വിടുകയും ചെയ്യും. പിന്നെ എന്നാ പഠിക്കണ? ഒലക്കയുടെ മൂട് പഠിക്കും. ഈ പുള്ളിയാണ് നാളെ വാപ്പാളെ നെഞ്ചത്തേക്ക് വണ്ടിയേറ്റാൻ തന്നെ. നിങ്ങൾ ഈ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്തല്ലേ? കുന്നംകുളം തൃശ്ശൂരല്ലേ? ഈ കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ്, 5-6 വർഷമായില്ല, 5-6 മാസം മുമ്പ് ഉമ്മാനോട് ഇത് അടിക്കാൻ വേണ്ടി പൈസ വെച്ചു. അപ്പോൾ വാപ്പായും ഉമ്മായും ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോയതാ, അനാഥയാ. അങ്ങനെ വല്യാപ്പായാണ് വളർത്തണത്. അങ്ങനെ വല്യാപ്പായും വല്യമ്മായും വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഈ സുബഹിസ്കാരം കഴിഞ്ഞപ്പോണ്ട് വല്യമ്മ കൂടെ കട്ടഞ്ഞാളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോണ്ട് ഈ പുള്ള ഇത് കഴിക്കാൻ വേണ്ടി പൈസ ചോദിച്ചു. അപ്പോൾ വല്യാപ്പാനോട് ചോദിച്ചിട്ട് കൊടുത്തില്ല. വല്യമ്മയുടെ അടുത്തേക്കൊന്ന് മാല പറിക്കാനാണ് ചെന്നെ. അങ്ങനെ വല്യമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ എന്താ, വല്യമ്മ തടുത്തു. അവസാനം വല്യമ്മായും മോനും കൂടി അവിടെ കിടന്ന് തമ്മി തല്ലി തലകീറി ഭയങ്കര പ്രശ്നമായി. പിച്ചാത്തി എടുത്ത് വല്യമ്മയുടെ കഴുത്താൻ കൊണ്ട് 2 കഷ്ണമായിട്ട് വെട്ടി. ഒരു 5-6 മാസങ്ങൾ ഈ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഈ ജില്ലയല്ലേ കുന്നംകുളം. എന്നിട്ട് സ്റ്റെയർ കൈസിൻ്റെ മുകളിൽ കയറി വല്യമ്മയുടെ തല അവിടെ കൊണ്ടുവച്ചു. നേരെ വല്യാപ്പാടെ റൂമിലേക്കൊന്നു വല്യാപ്പാനെ തുരുതുരാന്ന് വെട്ടി. രസാതല്ല, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എൻ്റെ കൂടെ എൻ്റെ റൂമിൽ ഹജ്ജിനുണ്ടായിരുന്നവരാണ് അവർ. 180 നമ്പർ ഹജ്ജ് ബിൽഡിങ്ങിൽ ഞങ്ങൾ ഒരേ റൂമിലാണ് താമസിച്ചത്, ഞാനും ആ കാർന്നോരും.